ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അനുവാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിലൊരു റംസൂസ് സിമ്പിൾ ടച്ച് എന്നൊരു ചാനലിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ചാനലാണ്. അവർ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് നമ്മൾ ഈ ഒരു ഐറ്റം നമ്മൾ എവിടെ നമ്മുടെ ബ്ലാക്കായിട്ടുള്ള എവിടെ തേച്ചാലും നല്ല വൃത്തിയായിട്ട് വെളുക്കും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. നമ്മുടെ വെളിച്ചെണ്ണയിലാണ് ഇതവർ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കാമെന്ന്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കതിന് അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് എടുക്കുന്നത്. മൂന്ന് ഐറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാതെ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിനകത്തോട്ട് നമ്മൾ ആദ്യം ഒഴിക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ കേട്ടോ. അതായത് പച്ച വെളിച്ചെണ്ണയെന്ന് അവർ നല്ലതുപോലെ പറയുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണയാണ് വീണുന്നത്. അപ്പം ഞാനിവിടെ അത്യാവശ്യം ഒരു സ്പൂണിനടുത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിനകത്തോട്ട് ഒഴിക്കുന്നത് അതേ അളവിൽ പാലാണ്. നമ്മുടെ പാൽ, പശുവിൻ പാൽ, അല്ലെങ്കിൽ നമ്മൾ കവറിലെ പാലായാലും കുഴപ്പമില്ല. പച്ചയ്ക്കുള്ള പാലാണ് നമ്മൾ പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. അതോടെ ഒഴിച്ചിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ഇതിലൊരു പിരിഞ്ഞ ഒരു പരുവമാവുമേ. അതുപോലെ നല്ലതുപോലെ കൈവിടാതെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം ഒരു കട്ടപ്പരുവം പോലെ ഇരിക്കുന്നത് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട്. അപ്പം നമ്മളതൊന്ന് നല്ല പോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂന്നാമതായിട്ട് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരു നാരങ്ങയുടെ പകുതി നീരാണ്. ഈ 3 ഐറ്റം മാത്രമേ ഉള്ളൂ അവർ ചെയ്ത് കാണിക്കുന്നത്. ഈ 3 ഐറ്റവും കൂടെ ഇട്ട് നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്യുമ്പം ഒരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ 3 ഐറ്റം കൊണ്ട് മാത്രമാണ് അവർ പറയുന്നുണ്ട്, അവർ ചെയ്ത് കാണിക്കുന്നുണ്ട്. ബ്ലാക്കായിട്ടുള്ള ഏരിയയിൽ തേച്ചിട്ട് 10-20 മിനിറ്റ് കഴിഞ്ഞ് അത് തുടച്ച് മാറ്റുമ്പോൾ നല്ല ഒരു കളർ കിട്ടിയതായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ വിചാരിച്ചിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. റിസൾട്ട് നിങ്ങളെ നേരിട്ട് കാണിക്കാം. കാരണം അത്യാവശ്യം എൻ്റെ കയ്യിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. കാരണം ഡാർക്ക് സ്കിൻ ടോണാണ് എൻ്റേത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു വിസിബിളായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ നമുക്ക് നല്ലൊരു ഫോമിൽ ക്രീമി ആയിട്ടുള്ള ഒരു പരുവത്തിൽ ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ച വെളിച്ചെണ്ണ, പാല്, നാരങ്ങാനീര്, ഈ 3 ഐറ്റം കൊണ്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ കയ്യിൽ ഒന്ന് തേച്ച് കാണിച്ചു തരാം. തേച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടും ലൈവായിട്ട് തന്നെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് അത്യാവശ്യം അവർക്ക് നല്ല റീച്ചുള്ള ഒരു ചാനലാണ്. അപ്പോൾ ഒരുപാട് നല്ല നല്ല വീഡിയോസും അതിനകത്ത് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ തന്നെ, ഇത് 3 നമുക്ക് വീട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും ഞാനതെൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാവേ. ഇതിൻ്റെ റിസൾട്ട് വിസിബിളായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ ചാനലും എൻ്റെ ഒരു കുഞ്ഞു ചാനലാണ്, ഇതൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ മറ്റുള്ളവർക്ക്, ഫ്രണ്ട്സിന്, ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് പോവുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇടുക കേട്ടോ. അപ്പം ഞാനിതെൻ്റെ കയ്യിലൊന്ന് തേച്ച് കാണിക്കാവേ. എൻ്റെ ഒരു ഡാർക്ക് സ്കിൻ ടോണാണ്. എൻ്റെ കൈ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം ഡാർക്ക് സ്കിൻ ടോണാണ്. നമ്മൾ ഫേസിൽ മാത്രം ഓരോന്ന് ചെയ്ത് നമ്മൾ അങ്ങനെയാണ് പോകുന്നത്. ചില ടൈമിലേ ഉള്ളൂ കയ്യിലൊക്കെ ഓരോന്ന് ചെയ്യുന്നത്. എന്തായാലും ഞാൻ ആ ഒരു മിക്സ് ഞാൻ എൻ്റെ കയ്യിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു സെക്കൻഡ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് വിടുവാണെങ്കിൽ അങ്ങനെ ഒരു 10-20 മിനിറ്റ് ഞാൻ വെച്ചായിരുന്നു കേട്ടോ. കാരണം അപ്പോഴത്തേനും ഇതെല്ലാം അങ്ങ് അബ്സോർബായി നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണ മയം ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് വെളിച്ചെണ്ണയുടെ ആ ഒരു മയം മാത്രമേ നമ്മുടെ കയ്യിൽ കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ റിസൾട്ട് കാണിക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം എൻ്റെ കൈ ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൈ ഇങ്ങനെയാണ്. അപ്പം ഞാനൊരു തുണി എടുത്തിട്ട് തുടയ്ക്കുവാണ്. വെള്ളം ഒന്നും മുക്കുന്നില്ല. ഞാൻ സാധാ ഒരു തുണിയിൽ തുടച്ച് ഞാൻ റിസൾട്ട് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കൈയുടെ നമ്മൾ അപ്ലൈ ചെയ്ത കൈയിലെ റിസൾട്ടും മറ്റു കൈയിലെ നേരത്തെ എൻ്റെ പഴയ സ്കിൻ ടോണും കൂടെ ഞാൻ 2 കാണിച്ചു തരാം. അപ്പം നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അവർ ആ ചെയ്ത വീഡിയോ എഫക്റ്റീവായിട്ടുള്ളൊരു വീഡിയോ ആണ്. കണ്ടോ, ഇത് 2 കൈയുടെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ ഈ വീഡിയോ ജെനുവിനാണ്, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.